കോഴിക്കോട് മാങ്കാവിൽ നടന്ന പോർട്രേറ്റ് പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ ഇത്തവണ മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരുന്നു താരം. ആർട്ടിസ്റ്റ് മനോജ് പൂളക്കലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 10ാമത് പോർട്രേറ്റ് പെയിന്റിംഗ് ശില്പശാലയിൽ 10 ചിത്രകാരന്മാരാണ് മുഖ്യമന്ത്രിയുടെ ഛായാചിത്രം ക്യാൻവാസിൽ പകർത്തിയത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുത്ത ആർട്ടിസ്റ്റ് മനോജ് പൂളക്കലിന്റെ പോർട്രേറ്റ് പെയിന്റിംഗ് ശില്പശാലയിൽ ഇത്തവണ മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരുന്നു മോഡൽ. രാവിലെ 10 മണിക്ക് ആരംഭിച്ച വർക്ക്ഷോപ്പ് ഉച്ചവരെ നീണ്ടു. പോർട്രേറ്റ് പെയിന്റിംഗ് വർക്ക്ഷോപ്പിന്റെ 10ാമത് പതിപ്പിൽ മുഖ്യമന്ത്രിയെ തന്നെ വരയ്ക്കാമെന്ന ആശയം അവതരിപ്പിച്ചത് സംഘാടകനായ ആർട്ടിസ്റ്റ് മനോജ് പൂളക്കൽ തന്നെയാണ്. ആദ്യം ചിരിന്റെ പടമായിരുന്നു ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് ഒരു വേറെ രീതിയിലേക്ക് പോകും. കാരണം ക്ലാസ് അല്ലേ, അപ്പോൾ അത് കാരണം വേറെ രീതിയിലേക്ക് കുട്ടികൾ പഠിക്കുന്നവർ കൊണ്ടുപോയാൽ വെച്ചിട്ട് പിന്നെ അത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പടം എടുത്താണ്. അതേ മുഖ്യമന്ത്രി ആയി എന്നുള്ള ഒരു ന്യൂസിൽ വന്ന ആ പടം തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ വരുള്ളൂ. അത് ക്ലാസ് ആകുമ്പോൾ പിന്നെ എല്ലാവരും നമ്മളിങ്ങനെ കണ്ടക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ഏകദേശം നമുക്കൊരു 3 മണി 4 മണി വരെ ഉണ്ടാവും ക്ലാസ്. ഘട്ടം ഘട്ടമായാണ് വർക്ക്ഷോപ്പ് പുരോഗമിച്ചത്. ആദ്യം ചിത്രം ക്യാൻവാസിൽ വരയ്ക്കും, പിന്നീട് ചായം നൽകി പൂർണ്ണതയിലെത്തിക്കും. മുൻപ് പലരെയും പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വേറിട്ടൊരു അനുഭവമായിരുന്നു എന്ന് ശില്പശാലയിൽ പങ്കെടുത്തവർ പറയുന്നു. മനോജ് സാറിൻ്റെ ആദ്യത്തെ വർക്ക്ഷോപ്പ് തന്നെ നമുക്ക് എടുത്തിട്ടുണ്ട്, കോട്ടക്കല്ലിൽ വെച്ച് നടന്നത്. പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ എക്സെപ്ഷണലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു ഗുരു ശിഷ്യൻ തമ്മിലുള്ളൊരു ഗ്യാപ്പില്ല. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പഠിപ്പിക്കുന്ന രീതി. ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ കുറേ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓഫ്ലൈൻ ആകുമ്പോൾ കുറച്ചും കൂടി ഇടപെടൽ നമ്മളിതിൽ വരും. 13ാമത് കേരള മുഖ്യമന്ത്രിക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ പെയിന്റിങ്ങുകൾ. സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് വിവിധയിടങ്ങളിൽ നിന്നും ചിത്രകാരന്മാർ ശില്പശാലയ്ക്കായി എത്തിയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.